ഹായ്, അപ്പോൾ നമ്മളിന്ന് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് തുടങ്ങുകയാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. ഇനിയാണ് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമുണ്ട്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നാണ് പറയാം. ഏകദേശം എല്ലാ ഡിസ്ട്രിബ്യൂഷനും ആസ് n ടൈംസ് ടു ഇൻഫിനിറ്റിയിൽ നോർമലിലേക്ക് പോകും എന്നൊക്കെയാണ് പറയുന്നത്. മീൻസ് എന്നാണ് നമ്മൾ പ്രോബിലിറ്റി ബേസിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതി വെക്കുക ആദ്യം. ഡെഫിനിഷൻ: എ റാൻഡം വേരിയബിൾ, എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഡിഫൈൻഡ് ടു ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് if its probability density function is given by. A continuous random variable x is defined to be normally distributed if its probability density function is given by f of x equal to 1 by root 2 pi sigma e raised to minus 1 by 2 x minus mu by sigma whole square. X minus mu by sigma whole square minus infinity to x to infinity. അതേപോലെ മ്യൂവിൻ്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ വരും. സിഗ്മ ഗ്രേറ്റർ ദാൻ 0. Where x follows normal distribution, we write it symbolically as നമ്മൾ നേരത്തെ എക്സ് ഫോളോസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയ പോലെ എക്സ് ഫോളോസ് നോർമൽ മ്യൂ സിഗ്മ എന്നോ സിഗ്മ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. മ്യൂ നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ. അതായത് എക്സ് ഫോളോസ് നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ, അതായത് മീൻ മ്യൂവും വേരിയൻസ് സിഗ്മ സ്ക്വയറും ആണെന്നാണ് ഇതിൻ്റെ മീനിങ്. എക്സ് ഫോളോസ് നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ. അപ്പോൾ ഡെഫിനിഷന് ഈ PDF ഓർത്ത് വെക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by root 2 pi sigma e raised to minus 1 by 2 x minus mu by sigma whole square. ലിമിറ്റ് ഓർത്ത് വെക്കുക. അതിൻ്റെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, മ്യൂവിൻ്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, സിഗ്മ ഗ്രേറ്റർ ദാൻ 0. ഇനി ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ കുറേ പ്രോപ്പർട്ടീസ്, ഒരു 10-12 പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് നിങ്ങളൊന്ന് എഴുതി വെക്കുക ഓരോന്നും. പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് വൺ: the normal curve is symmetrical about the ordinate at x equal to mu. The normal curve is symmetrical about the ordinate at x equal to mu. നോർമൽ കർവ് എപ്പോഴും ഉണ്ടാവുക ഒരു സിമ്മട്രിക് രൂപത്തിലായിരിക്കും ഉണ്ടാവുക. സിമ്മട്രിക് ആയിരിക്കും നോർമൽ കർവ്. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ സിമ്മട്രി ഉണ്ടാവുക എന്ന് പറയുന്നത് സ്ക്യൂ ആവുക എന്ന് ലാക്ക് ഓഫ് സിമ്മട്രിയാണ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. അപ്പം സ്ക്യൂനെസ് ഇല്ലാതാവുക എന്നുള്ളതാണ് സിമ്മട്രി എന്ന് പറയുന്നത്. അതായത് സിമ്മട്രി ഒരു ഇപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു മ്യൂവിൽ സിമ്മട്രി ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു മ്യൂവിൽ സിമ്മട്രി. അപ്പോൾ ഇതാണ് ആ സിമ്മട്രിക് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ കർവിനെ 2 ഭാഗമാക്കി മാറ്റുന്നത്. ഇപ്പോൾ 2 ഭാഗം, ഈ 2 ഭാഗത്തും ഒരേ ഏരിയ ആയിരിക്കും. അതാണ് സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ. അങ്ങനെ 2 ഭാഗത്തും ഒരേ ഏരിയ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്ക്യൂഡ് എന്ന് പറയാം. ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ കർവ് എന്ന് പറയുന്നത് സിമ്മട്രിക് ആണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് വരിക. അപ്പോൾ ഇതിൻ്റെ 50% ഇവിടെയും വരും, 50% ഇവിടെയും വരും. ഇതാണ് സിമ്മട്രിക് എന്ന് പറയുന്നത്. 2 ഭാഗത്തും ഒരേ ഏരിയ കവർ ചെയ്യും. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി: ദ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ, ഐഡൻറ്റിക്കൽ. മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഐഡൻറ്റിക്കൽ. സിമ്മട്രിക് ആണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. മീനും എക്സ് ബാറും മീനും മീഡിയനും മോഡൊക്കെ ഈക്വലാണ്.
മീൻ മീഡിയൻ മോഡ്സ് ആർ ഈക്വൽ. ഓക്കെ. മൂന്നാമത്, ദ നോർമൽ കർവ് എഫ് ഓഫ് എക്സ് ഹാസ് എ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു മ്യൂ. പറഞ്ഞു എക്സ് ഈക്വൽ ടു മ്യൂവിലാണ് മാക്സിമം ആവുന്നത്, മാക്സിമം പോയിൻ്റാണ് ഇതിൻ്റെ. എക്സ് ഈക്വൽ ടു മ്യൂ, the normal curve f of x has a maximum at x and the maximum value of the ordinate is, ഇവിടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1/σ√2π ആയിരിക്കും. 1/σ√2π maximum value of the ordinate is. Next point, the normal curve extends from -infinity to infinity. നമ്മൾ പറഞ്ഞു -infinity മുതൽ ഇൻഫിനിറ്റി വരെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഈ കർവ്, -infinity to infinity. അതേപോലെ ദി കർവ് ടച്ചസ് ദി എക്സ് ആക്സിസ് ഓൺലി അറ്റ് ±infinity. ഇത് ±infinity വരെ ടച്ച് ചെയ്യാതെ പോകും. ഓക്കെ. ദ കർവ് ടച്ചസ് ദി ആക്സിസ് ഓൺലി അറ്റ് ±infinity. ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ β1 equal to 0 and β2 equal to 3. നമ്മൾ β1ഉം മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്സും കട്ടോസിലൊക്കെ പറഞ്ഞാണ്. β1 എന്ന് പറയുന്നത് 0 ആണ്, β2 എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ. ഇൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈക്വൽ ടു 2/3 സിഗ്മ. സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. അതേപോലെ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 4/5 സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതേപോലെ നെക്സ്റ്റ്, ഓൾ ഓഡ് ഓർഡർ സെൻട്രൽ മൊമെൻറ്റ്സ് ആർ 0. ഓഡ് ഓർഡർ സെൻട്രൽ മൊമെൻറ്റ്സ് ഒക്കെ 0 ആയിരിക്കും. μ2r + 1 ഈക്വൽ ടു 0 അല്ല, 2r + 1 എന്നുള്ള രൂപത്തിലല്ലേ ഓഡ് ഓർഡർ വരിക. അപ്പോൾ r ഈക്വൽ ടു 0, 1, 2 etc. All odd order central moments are 0. The even central moments are given by μ2r equal to 1 into 3 into 5 etc. 2r minus 1 sigma raised to 2r. അങ്ങനെ ആയിരിക്കും വരിക. 1 into 3 into 5 etc. 2r minus 1 into sigma raised to 2r. The point of inflection at the curve are x equal to mu plus or minus sigma. X equal to mu plus or minus sigma. Point of inflection. Point of inflection എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഓരോ ടാൻജൻറ്റ് വരയ്ക്കുക വിചാരിക്കുക. ടാൻജൻറ്റ് ഇങ്ങനെ ഓരോന്ന് വരച്ചാൽ ആ ടാൻജൻറ്റ് ഈ കർവിനെ ക്രോസ് ചെയ്യുന്ന ഒരു പോയിൻ്റ്, ആ പോയിൻറ്റിനെയാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് mu plus or minus സിഗ്മയിലായിരിക്കും ആ കർവിലുണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ്, ദ ലോവർ ആൻഡ് അപ്പർ ക്വാർട്ടൈൽസ് ആർ ഈക്വി ഡിസ്റ്റൻസ് ഫ്രം ദി മീഡിയൻ. ദ ലോവർ ആൻഡ് അപ്പർ ക്വാർട്ടൈൽസ് ആർ ഈക്വി ഡിസ്റ്റൻസ് ഫ്രം ദി മീഡിയൻ. ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്കൊരു കർവിനെ 4 ഈക്വൽ പാർട്ടാക്കുന്നതാണ് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ Q1, Q2, Q3. Q2 എന്ന് പറയുന്നത് മീഡിയൻ ആണ്. അപ്പോൾ ഈ Q1ഉം Q3യും Q1 എന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. മീൻ എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് തന്നെയല്ലേ. അപ്പോൾ ഈ പോയിൻ്റ് പിന്നെ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദി മീഡിയൻ, മീഡിയന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. കാരണം എന്താണ്, ഇത് സിമ്മട്രിക്കാണ്. സിമ്മട്രിക് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഏരിയ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടോ അത്രയും ദൂരം തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഏരിയയും എന്തായിരിക്കും, ആ ഏരിയ സെയിം ആയതുകൊണ്ട് ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, ദ ഏരിയ അണ്ടർ ദി നോർമൽ കർവ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഗിവൺ ബിലോ. അപ്പം ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് എഴുതുന്നത്. 68.27% ഓഫ് ദ ഏരിയ ബിറ്റ്വീൻ mu മൈനസ് സിഗ്മ ആൻഡ് mu പ്ലസ് സിഗ്മ. അതായത് mu മൈനസ് സിഗ്മ മുതൽ mu പ്ലസ് സിഗ്മ വരെ 68.27% എന്ത് ചെയ്യും, ആ ഏരിയ കവർ ചെയ്യും. 95% എന്ന് പറയുന്നത് ഇതിൻ്റെ മീനിങ് എന്താ, പ്രോബബിലിറ്റി ഓഫ് mu മൈനസ് സിഗ്മ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു
എക്സ് പ്ലസ് സിഗ്മ മ്യൂ പ്ലസ് സിഗ്മ ഈക്വൽ ടു എന്താണ് 68.7 എന്നർത്ഥം ആണ് ഇതിൻ്റെ മീനിങ് ആക്ച്വലി. അതേപോലെ എന്താണ് 95.45% lies between mu minus 2 sigma and mu plus 2 sigma. mu minus മെൻ്റെയും mu plus 2 സിഗ്മൻ്റെയും ഇതിൽ 95% വരും. ഈ 99.73% എവിടെ വരും? ലൈസ് ബിറ്റ്വീൻ mu minus 3 sigma and mu plus 3 sigma. 3 sigma ലിമിറ്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാണ്ട് അടുത്ത സെമ്മിലൊക്കെ ക്വാളിറ്റി കൺട്രോളൊക്കെ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇത്രയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ളത്. പ്രോപ്പർട്ടീസ് ഓഫ് എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. 12 പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഇനി ഓരോന്നും നമുക്ക് എന്ത് ചെയ്യണം, അതിനെ പറ്റിയിട്ട് പറയണം. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് മൊമെൻറ്റ്സ് കാണണം. മൊമെൻറ്റ്സിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ മീൻ ഈക്വൽ ടു എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പറഞ്ഞാൽ അവിടെ -∞ to ∞ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു -∞ to ∞ എക്സ് ഇൻറ്റു 1/√2π സിഗ്മ e raised to -1/2 x minus mu by sigma whole square dx. ഓക്കെ, ഈ ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് വാല്യൂസിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പുറത്തെടുത്തിട്ട് ചെയ്യുക. കോൺസ്റ്റൻറ്റ് വാല്യൂ 1/√2π സിഗ്മ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഈ എക്സിനെ നമ്മൾ എന്ത് ചെയ്യും, -∞ to എക്സ് മൈനസ് മ്യൂ പ്ലസ് മ്യൂ എന്നാക്കും. കാരണം ഇവിടെ ഒരു എക്സ് മൈനസ് മ്യൂ ഉണ്ട്. അതുപോലെ നമുക്ക് അതിനെ ഒന്ന് മാറ്റി എഴുതാനാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ e raised to -1/2 x minus mu by sigma whole square. നമ്മൾ എക്സ് മൈനസ് മ്യൂവിന് ഒരു സെഡോ ഒക്കെ കൊടുക്കാം. എക്സ് മൈനസ് മ്യൂവിന് സെഡ് കൊടുത്താൽ ഇവിടെ എന്ത് വരും, ഈ എക്സ് മൈനസ് മ്യൂ എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ അവിടെ നിർത്തുക. അപ്പോൾ ഇവിടെ 1/√2π സിഗ്മ -∞ to എക്സ് മൈനസ് മ്യൂ എന്നുള്ളവിടുത്തെ എന്താവും, z ഇൻറ്റു e raised to -1/2 z by sigma whole square വരും. dz എക്സ് മൈനസ് മ്യൂ ബൈ z കൊടുത്താൽ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി സെഡ് എന്ന് വരും. ഡി എക്സ് ഈക്വൽ ടു ഡി സെഡ് തന്നെ വരും, മാറ്റമൊന്നുമില്ല. ഇനി ബാക്കിയൊരു ടേം കൂടി ഉണ്ടാവും. 1/√2π സിഗ്മ -∞ to മ്യൂ ഇൻറ്റു എന്താണ് എക്സ് ഇവിടെ ഒരു മ്യൂ അല്ലേ വരുന്നത്. അപ്പോൾ മ്യൂ ഇൻറ്റു എന്താണ് e raised to -1/2 എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ ഇത്രയും വരും ഈക്വൽ ടു 1/√2. ഇനി നോക്കുക, ഇത് ഒരു ഓഡ് ഫങ്ഷനാണ്. z e raised to -1/2 z by sigma whole square എന്ന് പറയുന്നത് ഒരു ഓഡ് ഫങ്ഷനാണ്. കാരണം ഇതിന് എഫ് ഓഫ് എന്താണ് -z എന്ന് കൊടുത്താൽ എന്ത് കിട്ടും, -f of z എന്ന് കിട്ടും. ഇവിടെ -z വരും. ഈ z-ന് മൈനസ് കൊടുത്താൽ അത് പ്ലസ് ആകുമ്പോൾ ഹോൾ സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഓഡ് ഫങ്ഷനാണ്. ഓഡ് ഫങ്ഷൻ്റെ ഇൻ്റഗ്രൽ എപ്പോഴും -∞ to 0 ആയിരിക്കും, 0+. കാരണം നമ്മൾ പറഞ്ഞു ഓഡ് ഫങ്ഷനാണ്. ഇൻ്റഗ്രൽ ഓഫ് ഓഡ് ഫങ്ഷൻ ഈസ് 0. അപ്പോൾ ഇനി +1/√2π സിഗ്മ -∞ to മ്യൂ ഇൻറ്റു e raised to അപ്പോൾ ഇത് നോക്കാം, -∞ to എഫ് മ്യൂ ഇൻറ്റു എന്താണ് -∞ to എഫ് ഓഫ് എക്സ് ഡി എക്സ് തന്നെയാണ്. നമുക്കറിയാം -∞ to എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ മ്യൂ ഇൻറ്റു 1 എന്ന് കിട്ടും, അതായത് മ്യൂ. അപ്പോൾ മീൻ ഓഫ് എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. മീൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മ്യൂ ആണ്. ഇനി അതേപോലെ വേരിയൻസ് കാണണം.
വേരിയൻസ് ഓഫ് ബൈനോമിയൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. വേരിയൻസ് ഓഫ് എക്സ് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്താണ്? എക്സ് മൈനസ്, ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പറഞ്ഞാൽ മ്യൂ ആണ്. അപ്പോൾ മ്യൂ ഹോൾ സ്ക്വയർ 1/√2π സിഗ്മ ഇ റേസ് ടു മൈനസ് 1/2 എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇതാണ് വരിക. അപ്പോൾ ഇത് നമുക്ക് എക്സ് മൈനസ് മ്യൂ ഒക്കെ ഉണ്ട് ഇതിൽ ടേംസ്. അപ്പോൾ നമുക്ക് z ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? സിഗ്മ z ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ എന്ന് കിട്ടും. ഓക്കെ, സിഗ്മ ഡി z ഈക്വൽ ടു എന്ത് വരും? ഡി എക്സ് എന്ന് വരും. അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു സിഗ്മ ഡി സെഡ് ആണ്. ഡി സിഗ്മ ഡി സെഡ് എന്ന് വരും. ഓക്കെ, ഇനി അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനൊക്കെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. 1/√2π സിഗ്മ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് മൈനസ്, ഇവിടെ നോക്കുക സെഡ്, ഇനി സെഡാണ് നമ്മൾ സെഡിലേക്കാണ് പോകുന്നത്. എക്സ് മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ സെഡ് എന്താവും നോക്കാം. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി കൊടുക്കും. മൈനസ് ഇൻഫിനിറ്റി മൈനസ് മ്യൂ കുറച്ചാൽ മൈനസ് ഇൻഫിനിറ്റി ആണ്. ബൈ സിഗ്മ എന്ന് പറഞ്ഞാലും മൈനസ് ഇൻഫിനിറ്റി തന്നെ. ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി തന്നെ വരും. അപ്പോൾ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയാണ്. എക്സ് മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ സെഡ് സിഗ്മയാണ്. അപ്പോൾ സെഡ് സിഗ്മ ഹോൾ സ്ക്വയർ ഇ റേസ് ടു മൈനസ് 1/2 എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ പറഞ്ഞാൽ സെഡ് ആണ്. അപ്പോൾ സെഡ് സ്ക്വയർ ബൈ 2 എന്ന് വരും അല്ലേ. ഡി എക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഡി സെഡ് ആണ്. അപ്പോൾ ഈ ഒരു സെഡിനെയും ആണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ഉണ്ടാവുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇവിടെ ഒരു സിഗ്മ സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ 1/√2π എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ സിഗ്മ സ്ക്വയർ ബൈ √2π എന്നാവും. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 ഡി സെഡ്. സോറി, ഇവിടെ ഒരു സെഡ് സ്ക്വയറും കൂടി ഉണ്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ സെഡ് സ്ക്വയർ ഉണ്ട് ഇവിടെ, സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ടേം. ആ സെഡ് സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു യു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പം യു സെഡ് സ്ക്വയർ ആണെങ്കിൽ 2z ഡി സെഡ് ഈക്വൽ ടു 2u ഡി യു എന്ന് വരും. അപ്പോൾ ഡി സെഡ് എന്ന് പറയുന്നത് എന്താവും? ഡി യു ബൈ 2z. അപ്പോൾ ഡി സെഡ് എന്ന് പറയുന്നത് 2u ബൈ 2z ആയിട്ട് വരും. ഓക്കെ, സെഡ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 2u ആണ്. അപ്പം ഡി സെഡ് ഈക്വൽ ടു ഡി യു, ഒരു മിനിറ്റ്, സെഡ് സ്ക്വയർ ബൈ 2 ആണ് നമ്മൾ എടുക്കുന്നത്. സെഡ് സ്ക്വയർ ബൈ 2നെ യു ആക്കിയിട്ട് എടുക്കാം. അപ്പം 2u എന്നാവും. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ എന്താവും? 2ഉം 2ഉം ക്യാൻസലായിട്ട് ഡി സെഡ് ഈക്വൽ ടു ഡി യു ബൈ സെഡ് ആവും. സെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 2u ആണ്. സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2u ആണ്. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ √2u ആയിരിക്കും. അപ്പോൾ ഡി യു ബൈ √2u. ഓക്കെ, അപ്പോൾ അത്രയായി. അപ്പോൾ അത് ആ വാല്യൂ കയ്യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി ഈക്വൽ ടു സിഗ്മ സ്ക്വയർ √2π എന്താണ്? സെഡ് സ്ക്വയറിന് പകരം നമുക്ക് സെഡ് സ്ക്വയർ ബൈ 2 ആണ്. അപ്പോൾ 2u എന്നാവും ഇവിടെ. 2u മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് സെഡ് സ്ക്വയർ ബൈ 2ന് പകരം നമ്മൾ യു, ഡി സെഡിന് പകരം നമുക്ക് ഡി യു ബൈ √2u എന്നാക്കാം. ഇനി ഒന്ന് എഴുതി നോക്കാം നമുക്ക്.
അവിടെ സെഡ് സ്ക്വയർ സിഗ്മ സ്ക്വയർ ഉണ്ട്. ഈ റൂട്ട് 2ഉം റൂട്ട് 2ഉം 2 ആവും. ഈ 2ഉം 2ഉം ക്യാൻസലായി പോകും. ബാക്കി നോക്കിയാൽ മതി. ഓക്കെ, എന്താണ് പൈ എന്നുണ്ടാവും ഇവിടെ. യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് യു ഡി യു ബൈ റൂട്ട് 2u റൂട്ട് യു എന്നാണ് ഉണ്ടാവുക. റൂട്ട് യു എന്ന് പറഞ്ഞാൽ എന്താണ്? യു റേസ് ടു -1/2. ഇവിടെ അപ്പം യു റേസ് ടു -1 മൈനസ് 1/2 എന്ന് പോകും. അപ്പോൾ സിഗ്മ സ്ക്വയർ ബൈ പൈ എന്ത് വരും? -∞ ടു ഇൻഫിനിറ്റി യു റേസ് ടു 1 മൈനസ് 1/2 ഇതാണ് വരുന്നത്. ഓക്കെ, 1 മൈനസ് 1/2 ഇ റേസ് ടു മൈനസ് യു ഡി യു. നമ്മൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം നമുക്കറിയാം. എന്താണ്? -0 ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്കതിനെ മാറ്റി എഴുതണം. ഇവിടെ ഇപ്പോൾ ഇവിടെ എന്ത് വരും നോക്കാം. സിഗ്മ സ്ക്വയർ ഇൻറ്റു പൈ. ഇത് നമുക്ക് എന്താ വരുന്നത്? -1 എന്നുള്ള രൂപത്തിലാണ് വരേണ്ടത്. ഇവിടെ -1 എന്നുള്ള രൂപത്തിൽ. അപ്പോൾ -1 എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ എങ്ങനെ വരും നോക്കിയാൽ മതി. എങ്ങനെ വരുന്നത്? യു റേസ് ടു ഇവിടെ 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് 1/2 എന്നാണ് വരുന്നത്. അപ്പം പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ -∞ ടു ഇൻഫിനിറ്റി യു റേസ് ടു 1/2 എന്ന് പറയുന്നതിന് പകരം നമുക്ക് 3/2 - 1 എന്ന് എഴുതാം. ഓക്കെ, ഇ റേസ് ടു മൈനസ് യു ഡി യു. നമ്മളത് നമുക്കറിയാം ഏത് രൂപത്തിലാണ് അത് വരുന്നതെന്നറിയാം. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? -∞ നമുക്കറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സിമെട്രിക് ആണ്. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി 2 ഇൻറ്റു 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ എഴുതുന്നു നോക്കുക. അപ്പോൾ നമുക്ക് അപ്പോൾ അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആ രൂപത്തിലായി. ഇനി അതിനൊന്ന് 2 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുതിയാൽ മതി. 2 ഇൻറ്റു എന്താണ്? അവിടെ ഒരു സിഗ്മ സ്ക്വയർ ഉണ്ടാവും, ഡിവൈഡഡ് ബൈ റൂട്ട് പൈ ഉണ്ട്. റൂട്ട് പൈ അല്ലേ ഉള്ളത്? റൂട്ട് പൈ ആണ്. പൈ അല്ലല്ലോ, റൂട്ട് പൈ ആണുള്ളത് ഇവിടെയൊക്കെ. റൂട്ട് പൈ ഇവിടെയൊക്കെ റൂട്ട് പൈ ആണുള്ളത്. റൂട്ട് പൈ 2 ഇൻറ്റു സിഗ്മ സ്ക്വയർ റൂട്ട് പൈ. കാരണം ഇനി നമുക്ക് എന്ത് ചെയ്താൽ അവിടെ 0 ടു ഇൻഫിനിറ്റി എന്നാക്കാം. 0 ടു ഇൻഫിനിറ്റി എന്താ? യു റേസ് ടു 3/2 മൈനസ് 1 ഇ റേസ് ടു മൈനസ് യു ഡി യു. ഓക്കെ, നമ്മൾ ഗാമ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈക്വൽ ടു 2 സിഗ്മ സ്ക്വയർ റൂട്ട് പൈ. ഇത് 0 ടു ഇൻഫിനിറ്റി നമുക്കറിയാം ഗാമ പി എം റേസ് ടു പി എന്നായിരിക്കുന്നത്. ഇവിടെ പി 3/2 ആണ്. ഡിവൈഡഡ് ബൈ എന്താണ്? എം റേസ് ടു പി. എം എന്ന് പറയുന്നത് 1 ആണ്. 1 റേസ് ടു എന്ത് വരും? 3/2 എന്ന് പറഞ്ഞാൽ 1 തന്നെ വരും. 1 റേസ് ടു 3/2. ഇനി എന്ത് ചെയ്യുക? 2 സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് പൈ. ഇതെന്ത് ചെയ്താൽ നമുക്ക് 1/2 ഇൻറ്റു ഗാമ 1/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസലാവും. ഗാമ 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് പൈ ആണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിഗ്മ സ്ക്വയർ ഇൻറ്റു റൂട്ട് പൈ ഇൻറ്റു റൂട്ട് പൈ. അപ്പോൾ ആ റൂട്ട് പൈയും ക്യാൻസലായിട്ട് സിഗ്മ സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്താണ്? വേരിയൻസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. വേരിയൻസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിഗ്മ സ്ക്വയർ ആണ്.
ഇപ്പോൾ വേരിയൻസ് കിട്ടി. ഇനി അടുത്തൊരു കാര്യം, ഓഡ് ഓർഡർ മൊമെൻറ്റ്സ് അബൌട്ട് മീൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡ് ഓർഡർ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് 0 ആണെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓഡ് ഓർഡർ മൊമെൻറ്റ്സ്, സെൻട്രൽ മൊമെൻറ്റ്സ് അബൌട്ട് മീൻ എന്താണെന്ന് നോക്കാം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ. അപ്പോൾ നമുക്ക് കാണേണ്ടി വരിക μ2r+1 ആണ്, ഈക്വൽ ടു -∞ to ∞ x minus mu all raised to 2r+1. എക്സ്പെക്റ്റേഷൻ ഓഫ് എന്താണ്, x മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x all raised to 2r+1 ആണ്, ഇൻറ്റു 1/2 √2 pi sigma e raised to -1/2 x minus mu by sigma whole square dx. ഇതാണ് കണ്ടത്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്ത് ചെയ്യുക, എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മക്ക് നമ്മൾ ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ എക്സ് മൈനസ് മ്യൂക്ക് കൊടുത്താലും മതി സെഡിന്ന്. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു ഓഡ് ഫംഗ്ഷൻ ആയിട്ടാണ് വരിക. ഇപ്പോൾ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മക്ക് കൊടുത്താലും സെഡ് എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് മൈനസ് മ്യൂ എന്ന് പറയുന്നത് സെഡ് സിഗ്മയായിട്ട് കിട്ടും. ഓക്കെ, സെഡ് സിഗ്മ. ഇനി അപ്പോൾ ഡി എന്താണ്, എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് എക്സ് മൈനസ് മ്യൂക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. എന്നാൽ പിന്നെ പെട്ടെന്ന് ചെയ്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എക്സ് മൈനസ് മ്യൂക്ക് സെഡ് കൊടുത്താൽ എക്സ് മൈനസ് മ്യൂ സെഡ് ആണെങ്കിൽ ഡി എക്സ് ഈക്വൽ ടു ഡി സെഡ് എന്ന് വരും. അപ്പോൾ എക്സ് മൈനസ് മ്യൂവിന് സെഡ് കൊടുത്താൽ സെഡ് റേസ് -∞ to ∞ സെഡ് റേസ് ടു 2r+1. 2r+1 എന്ന് പറയുന്നത് സെഡിന് മൈനസ് സെഡ് കൊടുത്താൽ അവിടെ ഒരു മൈനസ് വരും എങ്ങനെയായാലും, ഇൻറ്റു 1/√2 pi സിഗ്മ e raised to -1/2 z² സിഗ്മ സ്ക്വയർ എന്ന് വരും. അപ്പോൾ സെഡിന് മൈനസ് സെഡ് കൊടുത്താൽ അവിടെ പോസിറ്റീവ് തന്നെ ആയി കിടന്നു. അപ്പം ഇത് എഫ് ഓഫ് മൈനസ് സെഡ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് സെഡ് എന്ന് കിട്ടും. ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും, ഈക്വൽ ടു 0. കാരണം എന്താ, സിൻസ് ദി ഇൻറ്റഗ്രൽ ഓഫ് ഓഡ് ഫംഗ്ഷൻ ഈസ് 0. ഓക്കെ, ഇപ്പോൾ ഓഡ് ഓർഡർ സെൻട്രൽ മൊമെൻറ്റ്സ് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഈവൻ ഓർഡർ സെൻട്രൽ മൊമെൻറ്റ്സ്. ഈവൻ ഓർഡർ സെൻട്രൽ മൊമെൻറ്റ്സ്. അപ്പോൾ അതും കൂടി തീർന്നാൽ ഈവൻ ഓർഡർ സെൻട്രൽ മൊമെൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, വെൻ എക്സ് ഫോളോസ് നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ then μ2r equal to 1 into 3 into 5 into etc. 2r minus 1 sigma 2r. ഇത് നമ്മൾ നേരത്തെ എഴുതി വെച്ചാണ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എഴുതണം. പ്രൂഫ് μ2r equal to നമുക്കറിയാം ഇൻ്റഗ്രൽ -∞ to ∞ എന്താണ്, എക്സ് മൈനസ് മ്യൂ ഓൾ റേസ് ടു 2r എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ 1/√2 pi സിഗ്മ e raised to -1/2 എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മക്ക് എന്ത് ചെയ്യുക, സെഡ് എന്ന് കൊടുക്കാം. അപ്പോൾ എക്സ് മൈനസ് മ്യൂ എന്ന് പറയുന്നത് സിഗ്മ സെഡ് അല്ലെങ്കിൽ സെഡ് സിഗ്മ എന്ന് വരും. അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു സിഗ്മ ഡി സെഡ് എന്ന് വരും. ഓക്കെ, സിഗ്മ ഡി സെഡ് എന്ന് വരും. അപ്പോൾ ഇവിടെ μ2r എന്ന് പറയുന്നത് -∞ to ∞, എക്സ് മൈനസ് മ്യൂ എന്ന് പറയുന്നത് സിഗ്മ സെഡ് ഓൾ റേസ് ടു 2r ആണ്. 1/√2 pi സിഗ്മ e raised to -z²/2 എന്നാവും. ഈ കോൺസ്റ്റൻറ്റിനൊക്കെ ഔട്ട് സൈഡ് എടുക്കുക. ഒരുപാട് സിഗ്മ റേസ് ടു 2r ഉണ്ടാവും, ഡിവൈഡഡ് ബൈ √2 pi സിഗ്മ. ഓക്കെ, ഇനി എന്താണ് ബാക്കിയുള്ളത്, എന്താ, z റേസ് ടു 2r -∞ to ∞, z റേസ് ടു 2r
ഇ റേസ് ടു മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 ഡി സെഡ് എന്ന് ഡി എക്സിന് പകരം എന്ത് ചെയ്യണം സിഗ്മ ഡി സെഡ്. അപ്പോൾ ഈ സിഗ്മയും ക്യാൻസലായി പോയിക്കോളും, ബാക്കിയുള്ളത് എഴുതിയാൽ മതി. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സെഡ് സ്ക്വയർ ബൈ 2ന് നമ്മൾ യു കൊടുക്കാം. അപ്പോൾ സെഡ് സ്ക്വയർ ഈക്വൽ ടു 2u, 2z ഡി സെഡ് ഈക്വൽ ടു എന്ത് വരും 2du എന്ന് വരും. അപ്പോൾ ഡി സെഡ് എന്ന് പറയുന്നത് എന്ത് വരും du ബൈ സെഡ് എന്ന് വരും. അതായത് ഡി സെഡ് ഈക്വൽ ടു du സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ സെഡ് എന്ന് പറയുന്നത് z ഈക്വൽ ടു √2u ആയിരിക്കും, √2u. അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും സിഗ്മ റേസ് ടു 2r √2π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സെഡിന് പകരം എന്ത് ചെയ്യണം √2u എന്ന് കൊടുക്കണം സെഡിന്. അപ്പം √2u എന്ന് പകരം 2u ഓൾ റേസ് ടു r എന്ന് കൊടുത്താൽ അതേപോലെ 2 ഉണ്ട്. അപ്പോൾ ഓൾ സ്ക്വയർ വരുമ്പോൾ റൂട്ട് ക്യാൻസലായി പോയിക്കോളും. ഇ റേസ് ടു മൈനസ് യു ഡി സെഡ് എന്ന് വരും, du എന്ന് വരും, du ഡിവൈഡഡ് ബൈ √2u എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ 2 റേസ് ടു r ഉണ്ട്, ആ 2 റേസ് ടു r അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 2 റേസ് ടു r സിഗ്മ 2 റേസ് ടു r √2π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി u റേസ് ടു r, ഇവിടെ -1/2 ഉണ്ടാവും, ഇവിടെ √2 ഇവിടെ √2 ഉണ്ട്, അത് വേണമെങ്കിൽ 2 ആക്കിയിട്ട് എഴുതാം. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നെ എഴുതാം. ഇ റേസ് ടു മൈനസ് യു du ഡിവൈഡഡ് ബൈ √2. √2നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 2 ആക്കിയിട്ട് എഴുതിയാലും മതി. ഓക്കെ, ബാക്കി നോക്കാം. അപ്പോൾ അത്രയും കിട്ടി. ഇനി നേരത്തെ നമ്മൾ ഗാമ ഡിസ്ട്രിബ്യൂഷന് പറഞ്ഞ പോലെ തന്നെ 2 ഇൻറ്റു എന്നാക്കിയിട്ട് എഴുതണം. അപ്പം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, അപ്പോൾ 2 റേസ് ടു r സിഗ്മ റേസ് ടു 2r ഡിവൈഡഡ് ബൈ 2π എന്നായിരിക്കും ഉണ്ടാവുക. 2π എന്നല്ല √π. അപ്പോൾ ഇനി 2 ഇൻറ്റു എന്താണ് 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. u റേസ് ടു നമുക്ക് എങ്ങനെ എഴുതാം r പ്ലസ് 1/2 മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ അല്ലേ, -1/2നെ നമുക്ക് +1/2 മൈനസ് 1 എന്ന് എഴുതാം. ഇനി ഇ റേസ് ടു മൈനസ് യു ഡി യു, ഇത് നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പം ഈക്വൽ ടു ഈ 2 × 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 2 റേസ് ടു r സിഗ്മ റേസ് ടു 2r ഡിവൈഡഡ് ബൈ √π 0 ടു ഇൻഫിനിറ്റി. ഇത് എന്ന് പറയുന്നത് എന്താണ് ഗാമ p m റേസ് ടു p എന്നാണ്. ഗാമ p എന്ന് പറയുമ്പോൾ r1/2 ഡിവൈഡഡ് ബൈ എന്ത് വരും 1 റേസ് ടു എന്ന് പറയുമ്പോൾ 1 വരും ഇവിടെ. ഇനി ഇതൊന്ന് ചെയ്താൽ മതി. അപ്പോൾ ഗാമ r+1/2 എന്ന് പറഞ്ഞാൽ എന്താണ് 2 റേസ് ടു r ഇവിടെ കിടക്കട്ടെ, സിഗ്മ റേസ് ടു 2r ഇവിടെ കിടക്കട്ടെ, ഡിവൈഡ് ബൈ √π എന്ത് വരും നോക്കാം. r+1/2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 കുറക്കുമ്പം r-1/2 എന്നാവും അല്ലേ. r-1/2 ഗാമ r-1/2. അപ്പം പിന്നെ അതിനൊന്ന് കുറക്കുമ്പോൾ r-3/2 എന്ന് വരും. അടുത്ത് r-5/2, അങ്ങനെ എക്സെട്ര എന്ത് വരും r-3/2, r-1/2 അങ്ങനെ പോയിട്ട് ബാക്കി ഉണ്ടാവുക 3/2 ഇൻറ്റു 1/2 ഗാമ 1/2 ഇത്രയും വരും. എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം അങ്ങനെ അത് കിട്ടിയെന്നുള്ളത്. ഒരു 3 + 1/2 ആണെന്ന് വിചാരിക്കുക.
ഗാമ. അപ്പോൾ എന്തൊക്കെ വരും നോക്കാം. 3 + 1/2 ആണെങ്കിൽ ആദ്യം 3 - 1/2 ഇൻറ്റു ഗാമ 3 - 1/2. അപ്പം വീണ്ടും 3 - 3/2 എന്ന് വരും. പിന്നെ 3 - 5/2 എന്ന് വരും. ഇത്രയും ആയിരിക്കും വരിക. അപ്പോൾ അവസാനത്തെ എന്ത് വരും? 3 - 5/2 പറഞ്ഞാൽ 3 2.5 അല്ലേ? 3 2.5 പറയുമ്പോൾ അര. അപ്പോൾ ഇവിടെ അര. പിന്നെ അവസാനം ഒരു ഗാമ 3 - 5/2 എന്നും കൂടി ഉണ്ടാവും. അപ്പോൾ അര. ഇതിവിടെ അര ഉണ്ട് വരും. ഇവിടെ 3 - 3/2 എന്ന് പറഞ്ഞാൽ 3/2 തന്നെയായിരിക്കും. പിന്നെ എന്താണ് 3 - 1/2 അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവസാനത്തെ ടേം 1/2 ഗാമ 1/2 എന്നുള്ളതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതും അതേപോലെ തന്നെ ഉണ്ടാവും. ഇനി ഇതിനൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. = 2r σ/2r ഡിവൈഡഡ് ബൈ √π എന്താണ് r എന്ന് പറയുമ്പോൾ 2r - 1/2 ഇൻറ്റു അതിൽ വരാം. അടുത്ത് 2r - 3/2 എക്സെട്ര അല്ലേ? 3 ഇൻറ്റു 1 ഇൻറ്റു 3/2 ഇൻറ്റു 1/2 ഇൻറ്റു ഗാമ 1/2. എത്ര 2 വരും നോക്കാം. ഇവിടെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു എന്ന് വരുന്നില്ലേ? അപ്പോൾ ഇവിടെ 3 എടുത്തപ്പോൾ നമുക്ക് 3 ടേംസാണ് വന്നത്. അപ്പം 3 2 ഉണ്ടാവും. അതേപോലെ ഇവിടെ എന്താണ് 6 എടുക്കുമ്പം എന്ത് വരും? 6 ടേംസ് ഉണ്ടാവും. അപ്പോൾ 2r ഉണ്ടാവും അവിടെ. അപ്പോൾ 2r σ/2r. ബാക്കിയുള്ളത് എന്തൊക്കെയുള്ളത്? √2π. ആ ടേംസ് ഒക്കെ നോക്കി വെക്കാം. എന്താണ് 2r - 1 2r - 3 എക്സെട്ര എന്ത് വരുന്നുണ്ട്? 3 ഇൻറ്റു 1 √1/2 എന്ന് പറഞ്ഞാൽ ഗാമ 1/2 എന്ന് പറഞ്ഞാൽ √π ആണ് നമുക്കറിയാം. 2r ഇവിടെ ഉണ്ടാവും. ഒരു √πയും കൂടി ഉണ്ടാവും. ഈ √πയും ക്യാൻസലായി പോകും. 2rഉം 2rഉം ക്യാൻസലായി പോകും. ബാക്കിയുള്ള ടേംസ് നോക്കുക നിങ്ങൾ. 3 ഇൻറ്റു 1 ഇൻറ്റു നമുക്ക് കിട്ടിയ സാധനം തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു എക്സെട്ര 2r - 1 σ/2r തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കിട്ടും. അപ്പോൾ ഒന്ന് എല്ലാവരും നന്നായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.